ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. വാട്ട് ആർ ദ സിമ്പിൾസ് യൂസ്ഡ് ഇൻ ഫൈനൈറ്റ് ഓട്ടോമേറ്റ, ദ സ്ട്രക്ചർ ഓഫ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഓക്കെ, in this video we will take some examples of finite automata. After this example, finite automata will clear to you. Okay, let us say ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ലാംഗ്വേജ് ഉണ്ട്. L is equal to set of all strings starting with A. Over the alphabet, sigma is equal to A, B. ഓക്കെ, ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സ്ട്രിങ്സും ഓക്കെ ഈ ഒരു ആൽഫബറ്റിൽ നിന്ന് ഫോം ചെയ്യുന്ന സ്ട്രിങ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് അത് വരിക? അതിൽ വരുന്നതാണ് എ, ദെൻ എ ബി, എ എ, എ ബി, എ ബി എ, എക്സെട്ര. ഓക്കെ, അപ്പോൾ സ്ട്രിങ് ഷുഡ് ബി സ്റ്റാർട്ട് വിത്ത് എ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെയും എ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, എ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതാണ് ലാംഗ്വേജ്. സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് സ്റ്റാർട്ടിങ് വിത്ത് എ. ക്ലിയർ? ഇനി ഈ ഒരു സ്ട്രിങ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡ്രോ ചെയ്യണം. അപ്പോൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡ്രോ ചെയ്യണമെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ബേസിക് സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ വരുന്ന ടപ്പിൾസ് ഏതൊക്കെയാണ്? ക്യൂ, സിഗ്മ, ഡോ, Q0, F. ഓക്കെ, ഇതാണ് 5 ടപ്പിൾസ്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്യുന്ന ബേസിക് എലമെൻറ്റ്സ് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡ്രോ ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ബേസിക് സിമ്പിൾസ്. സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സർക്കിൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനിഷ്യൽ സ്റ്റേറ്റിനെ സർക്കിളിലേക്ക് ആരോ മാർക്ക്, ഫൈനൽ സ്റ്റേറ്റിനെ ഡബിൾ സർക്കിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ട്രാൻസിഷനെ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഡ്രോ ചെയ്യുന്നത്? ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഫൈനൈറ്റ് ഓട്ടോമേറ്ററിൻ്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ടേപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണുള്ളത്? ഒരു ഫൈനൈറ്റ് കൺട്രോൾ ഉണ്ട്. ദെൻ റീഡ് റൈറ്റ് ഹെഡ്, ഒരു ഫൈനൈറ്റ് മെമ്മറി ഉണ്ട്. ദിസ് ഈസ് എ ഫൈനൈറ്റ് മെമ്മറി. ഓക്കെ, ഫൈനൈറ്റ് കൺട്രോൾ എന്ത് ചെയ്യും? ഇവിടെ ഡാറ്റ റീഡ് ചെയ്യും അല്ലെങ്കിൽ റൈറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു മെമ്മറിയിലേക്ക് റീഡ് ചെയ്യും, അതേപോലെ അവിടുന്ന് റീഡ് ചെയ്യുകയും ചെയ്യും, അവിടേക്ക് റൈറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഫൈനൈറ്റ് കൺട്രോൾ. ഇനി ഇതിൽ നമ്മൾ ഈ ഒരു സ്ട്രിങ് ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, ആദ്യം എന്താണ് ചെയ്യുക? ഈ ടേപ്പിലേക്ക് ഇതിനെ ലോഡ് ചെയ്യും. എ ബി എന്ന് പറയുന്ന സ്ട്രിങ് ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, അതിനെ ടേപ്പിലേക്ക് ആദ്യം ലോഡ് ചെയ്യും. ഓക്കെ, ഇൻ ദിസ് ടേപ്പ് ദ ഫൈനൈറ്റ് കൺട്രോൾ ഈസ് ഗോയിങ് ടു റീഡ് എ സിമ്പിൾ. ഈ ഒരു സിമ്പിളിനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഹെഡ്, ഈ ഒരു ഹെഡിലെ വിൽ മൂവ് ടു ദിസ് ഡയറക്ഷൻ. ഓക്കെ, ആദ്യം ഏതിനെ റീഡ് ചെയ്യും? ഇതിനെ റീഡ് ചെയ്യും, ദെൻ അടുത്ത സിമ്പിളിനെ റീഡ് ചെയ്യും, ദെൻ അടുത്ത സിമ്പിളിനെ റീഡ് ചെയ്യും. ആഫ്റ്റർ റീഡിങ് ദ കംപ്ലീറ്റ് സ്ട്രിങ്, എല്ലാ സ്ട്രിങ്ങിനെയും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൈറ്റ് കൺട്രോൾ ഈസ് അറ്റ് ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, എല്ലാ സ്ട്രിങ്ങിനെയും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെ എത്തും? ഫൈനൽ സ്റ്റേറ്റിലെത്തും. ഫൈനൽ സ്റ്റേറ്റിന് എങ്ങനെ മനസ്സിലാക്കുന്നത്? എംപ്റ്റി സ്ട്രിങ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫൈനൽ സ്റ്റേറ്റിലെത്തും. ദാറ്റ് മീൻസ് ദ സ്ട്രിങ് ഈസ് ആക്സെപ്റ്റഡ്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഇഫ് വി സേ ദിസ് ഈസ് അവർ ഫൈനൈറ്റ് കൺട്രോൾ, ഫൈനൈറ്റ് ഓട്ടോമേറ്റ, ഇതാണ് നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സ്ട്രിങ് എന്ന് ഈ ഒരു ലാംഗ്വേജിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിനെ ഇതിൻ്റെ ഇൻപുട്ടാക്കി കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ഇൻപുട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫൈനൈറ്റ് ഓട്ടോമേറ്റ മേക്ക് എ ട്രാൻസിഷൻ അക്കോർഡിംഗ് ടു ദിസ് സിമ്പിൾ. നമ്മൾ എ ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സിമ്പിൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഒരു ട്രാൻസിഷൻ അവിടെ നടത്തും. ഓക്കെ, ആ ട്രാൻസിഷൻ നടത്തി കഴിഞ്ഞാൽ അടുത്ത
ആഫ്റ്റർ ഈ ഒരു സിമ്പിളിനെ റീഡ് ചെയ്യും. ഓക്കെ, അതിനെയും റീഡ് ചെയ്തു ട്രാൻസിഷൻ നടത്തും. പിന്നെ ഇതിനെ റീഡ് ചെയ്യും. ഓക്കെ, അവിടെ ഒരു ട്രാൻസിഷൻ നടത്തും. എന്നിട്ട് ഈ കംപ്ലീറ്റ് സ്ട്രിങ്ങിനെയും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ക്യാൻ ബി ഇൻ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ദസ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഈസ് അറ്റ് ഫൈനൽ സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ്. കംപ്ലീറ്റ് സ്ട്രിങ്ങിനെയും റീഡ് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിങ് ഏത് ലാംഗ്വേജിലുള്ളതാന്ന് പറയും? ഈ ഒരു ലാംഗ്വേജിലുള്ളതാന്ന് പറയും. ഓക്കെ, ഇനി ഈ കംപ്ലീറ്റ് സ്ട്രിങ്ങിനെയും റീഡ് ചെയ്ത് നോട്ട് ഇൻ ഫൈനൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയിട്ടില്ലെങ്കിൽ ആ സ്ട്രിങ് എന്താണ്? റിജക്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് ദിസ് സ്ട്രിങ് ഈസ് നോട്ട് ഇൻ ദിസ് ലാംഗ്വേജ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാലേ ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ബേസിക് ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. ഫൈനൈറ്റ് ഓട്ടോമേറ്റ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ലാംഗ്വേജ് അതായിരുന്നു L is equal to set of all string starting with A. Okay, this is our language. Then strings is A, B, etc. Okay, ഇതായിരുന്നു നമ്മുടെ ലാംഗ്വേജ്. ഇതിൻ്റെ എന്താണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് നോക്കാം. ഇനിഷ്യലി സ്റ്റേറ്റ് A, ദെൻ ആഫ്റ്റർ നമുക്ക് ഇത് വെച്ചിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആഫ്റ്റർ റീഡിങ് ദ സിമ്പിൾ A, then it will go to the next state. ഓക്കെ, ഈ ഒരു സിമ്പിൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തും. ദെൻ ആഫ്റ്റർ റീഡിങ് ദിസ് എനി നമ്പർ ഓഫ് A's ആൻഡ് എനി നമ്പർ ഓഫ് B, ഈ A കഴിഞ്ഞിട്ട് എത്ര നമ്പർ Aയും വരാം, അതേപോലെ എത്ര വേണമെങ്കിലും ബിയും വരാം. ഓക്കെ, A കഴിഞ്ഞിട്ട് ഒരു A വന്നു, A കഴിഞ്ഞിട്ട് ഒരു B വന്നു, A കഴിഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ B വന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര Aയും എത്ര Bയും വേണമെങ്കിൽ വരാം. ഓക്കെ, ഇനി ഇനിഷ്യലി നമ്മൾ B ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും? മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, ഈ Bക്ക് ശേഷം എനി നമ്പർ ഓഫ് A'സും എനി നമ്പർ ഓഫ് Bയും വരാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡ്രോ ചെയ്യുക. ഇത് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, മനസ്സിലാവാത്ത സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക? കേൾക്കുക. ഓക്കെ, മനസ്സിലായില്ല എന്ന് വിചാരിച്ച് നിർത്തി പോകരുത്. എന്ത് ചെയ്യുക? നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മുടെ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A, B, A എടുക്കാം. ഓക്കെ, A, B, A എടുക്കാം. ഏത് സ്ട്രിങ് വേണമെങ്കിലും എടുക്കാം. ഇനിഷ്യലി എന്താണ് ചെയ്യുക? ഈ ഒരു ടേപ്പിലേക്ക് എന്ത് ചെയ്യും? ഈ ഒരു സ്ട്രിങ്ങിനെ ലോഡ് ചെയ്യും. A, B, A. ഓക്കെ, ഫൈനൈറ്റ് കൺട്രോൾ എന്ത് ചെയ്യും? ഇനിഷ്യലി ഈ ഒരു സിമ്പിളിനെ റീഡ് ചെയ്യും. ഓക്കെ, ഇനിഷ്യലി ഒരു സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു സ്റ്റേറ്റ് ആണ് A. ഫൈനൈറ്റ് കൺട്രോള് ഈ A എന്ന് പറയുന്ന സിമ്പിളിനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസിഷൻ അവിടെ മേക്ക് ചെയ്യും. ഇപ്പം A എന്ന് പറയുന്ന സിമ്പിളിനെ റീഡ് ചെയ്തു, ഇറ്റ് ഈസ് ഗോയിങ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ്. ക്ലിയർ? ഈ ഒരു സ്ട്രിങ് ഈ ഒരു ലാംഗ്വേജിൽ പ്രസന്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ A റീഡ് ചെയ്തു, ഇതെന്ത് ചെയ്തു? അടുത്ത സ്റ്റേറ്റിലേക്ക് പോയി. ഇനി ഫൈനൈറ്റ് കൺട്രോൾ എന്ത് ചെയ്യും? ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിമ്പിളിനെ റീഡ് ചെയ്യും. B എന്ന് പറയുന്ന സിമ്പിളിനെ റീഡ് ചെയ്തു, ഇറ്റ് ഈസ് ഗോയിങ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ്. ദാറ്റ് ഈസ് B എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് തന്നെ പോയി. അടുത്ത ഏതാണ്? മൂന്നാമത്തെ സിമ്പിളിനെ റീഡ് ചെയ്തു. A എന്ന് പറയുന്ന സിമ്പിളിനെ റീഡ് ചെയ്തു. A എന്ന് പറയുന്ന സിമ്പിൾ ഇപ്പൊ നമ്മൾ ഏത് സ്റ്റേറ്റിലാണുള്ളത്? B എന്ന് പറയുന്ന സ്റ്റേറ്റിലാണുള്ളത്. ആ B എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നാണ് അടുത്ത സിമ്പിളിനെ റീഡ് ചെയ്യുന്നത്. അത് വീണ്ടും അതേ സ്റ്റേറ്റിലേക്ക് തന്നെ ട്രാൻസിഷൻ നടത്തി.
ആഫ്റ്റർ റീഡിങ് ദിസ് കംപ്ലീറ്റ് സ്ട്രിങ്, ഇവിടെ ഒരു എപ്സൈലൺ സ്ട്രിങ് ഉണ്ട്, അവിടെ എത്തുമ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഈ എല്ലാ സ്ട്രിങ്ങും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫൈനൽ സ്റ്റേറ്റിലാണ് ഉള്ളതെങ്കിൽ, ഇപ്പം നമ്മൾ ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലാണല്ലോ ഉള്ളത്, അതൊരു ഫൈനൽ സ്റ്റേറ്റ് ആയിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്, ആ ഒരു സ്റ്റേറ്റിലാണ് ഉള്ളതെങ്കിൽ സ്ട്രിങ് ഈസ് പ്രസന്റ് ഇൻ ദിസ് ലാംഗ്വേജ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതിലല്ലാത്ത ഒരു സ്ട്രിങ്ങിനെ എടുത്തു നോക്കാം. ഇവിടെ ബി എ എന്ന് പറയുന്ന സ്ട്രിങ് ആണ് എടുത്തത്. അപ്പോൾ ഇനിഷ്യലി എന്ത് ചെയ്യും, ഈ ഒരു ടൈപ്പിലേക്ക് ഇതിനെ ലോഡ് ചെയ്യും. ഓക്കെ, ബി എ എ. ഫൈനൈറ്റ് കൺട്രോൾ ആദ്യം ഏതിനെയാണ് റീഡ് ചെയ്യാം? ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ റീഡ് ചെയ്തു. ഓക്കെ, ഇനിഷ്യലി ഏത് സ്റ്റേറ്റിലാണ്? ഈ ഒരു സ്റ്റാർട്ട് സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പം ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുമ്പം നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്തു, സി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തി. ഓക്കെ, അടുത്ത ഏതാണ്? ഈ സിമ്പലിനെ റീഡ് ചെയ്യും. അപ്പോൾ സിന്ന് സിയിലേക്ക് തന്നെ ട്രാൻസിഷൻ നടത്തി. ദെൻ അടുത്ത സിമ്പലിനെ റീഡ് ചെയ്തു, അപ്പോൾ ഇതിലേക്ക് എത്തി. ഓക്കെ, ഇനി അടുത്തതിലേക്ക് എത്തി. ഇവിടെ എപ്സൈലൺ സ്ട്രിങ് ആണ്. അപ്പോൾ എൻ്റെയർ സ്ട്രിങ്ങും ഇവിടെ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് നോക്കൂ. ദിസ് ഈസ് സി എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. സി എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്താണ്? ഫൈനൽ സ്റ്റേറ്റ് അല്ല. സോ ഇറ്റ് ഈസ് റിജക്റ്റഡ്. റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് സ്ട്രിങ് ഈസ് നോട്ട് ഇൻ ദിസ് ലാംഗ്വേജ്. ഓക്കെ, കുറച്ചുകൂടെ എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമേറ്റ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. കൺസിഡർ എ ലാംഗ്വേജ് L is equal to set of all even length strings over the alphabet A, B. ഇപ്പോൾ സ്ട്രിങ്സ് ഏതൊക്കെയാണ് വരിക? ലെങ്ത് 0 ആയിട്ടുള്ളത് ഈവൻ ലെങ്ത് ആയിട്ടാണ് എടുക്കുക. ദെൻ എപ്സിലോൺ. ദെൻ ലെങ്ത് ഈവൻ ലെങ്ത് ആണ്, അപ്പം 2 വരാം. എ ബി, ബി എ, ബി ബി. ദെൻ ലെങ്ത് 4 ആയിട്ടുള്ളത് വരാം. എ ബി, ബി ബി എക്സെട്ര. ഓക്കെ, ഇവൻ ലെങ്ത് ആയിട്ടുള്ള എല്ലാ സ്ട്രിങ്സും ആണ് ഈ ഒരു ലാംഗ്വേജിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിലുള്ള സ്ട്രിങ്സ് നമ്മൾ എന്ത് ചെയ്യും? ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലേക്ക് കൊടുക്കും. ദെൻ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡ്രോ ചെയ്യും. എന്നിട്ട് ഈ ഒരു സ്ട്രിങ് ഈ ഒരു സ്പെസിഫിക് ലാംഗ്വേജിൽ ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. എങ്ങനെയാണ്? ഈ ഒരു സ്ട്രിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്സ് ഈ ഒരു സ്ട്രിങ്ങിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാംഗ്വേജിലുള്ള സ്ട്രിങ് ആണ്. റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാംഗ്വേജിൽ ഇല്ലാത്ത സ്ട്രിങ് ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് നോക്കാം. അത് ഞാനൊരു ഇവിടെ എ ബി എന്ന് പറയുന്ന സ്ട്രിങ് എടുത്തു. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഇനിഷ്യലി ടൈപ്പിലോട്ടേക്ക് ലോഡ് ചെയ്യും. എടുത്തിരിക്കുന്ന സ്ട്രിങ് എ ബി ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡ്രോ ചെയ്ത് നോക്കാം. വി ഹാവ് ഒരു ആദ്യം ഒരു സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക അല്ലേ. ഇവിടെ നമുക്ക് empty എന്ന് പറയുന്ന സ്ട്രിങ് നമ്മുടെ ലാംഗ്വേജിലുള്ളതാണ്. ലെങ്ത് 0 ആയിട്ടുള്ളത്. ഇവിടെ എത്തുമ്പോൾ ലെങ്ത് 0 അല്ലേ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. ലെങ്ത് 0 ആണ്. ദെൻ ഒരു സ്ട്രിങ് റീഡ് ചെയ്തു. എ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ റീഡ് ചെയ്തു. ദിസ് ഈസ് ലെങ്ത് 1 ആയിട്ടുള്ള സ്ട്രിങ് ആണ് എ. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. അപ്പം അടുത്ത സ്റ്റേറ്റ്. ഇനി ലെങ്ത് ഇവിടെ ഒന്നാമത്തെ സ്ട്രിങ് റീഡ് ചെയ്തു. അടുത്ത സ്ട്രിങ് റീഡ് ചെയ്യുമ്പം ലെങ്ത് എന്തായി? 2 ആയി. 2 ആകുന്ന കേസിൽ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ലെങ്ത് 3 ആകുമ്പം ആക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. ലെങ്ത് 4 ആകുമ്പം ആക്സെപ്റ്റ് ചെയ്യോ? ചെയ്യും. ഓക്കെ, ഈവൻ ലെങ്ത് ആയിട്ടുള്ള എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും.
ദിസ് ഈസ് ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതിനെ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഇതിനെ നമുക്ക് ചെറുതാക്കി ഡ്രോ ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഓക്കെ, ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗം ഏതാണ്? ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് മിനിമൈസ് ചെയ്യാം. എങ്ങനെയാണ് മിനിമൈസ് ചെയ്യുക? മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ് വെച്ച് ഡ്രോ ചെയ്യാം. ഇനിഷ്യലി ഒരു സ്റ്റേറ്റ് എ, ദിസ് ഈസ് എ ഫൈനൽ സ്റ്റേറ്റ്. എം ടി സ്ട്രിങ് വന്നു കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ് ആണ്, കാരണം ലെങ്ത് 0 ആണ്. 0 ലെങ്ത് ആയിട്ടുള്ള സ്ട്രിങ് ഈവൻ ലെങ്ത്തിലാണ് വരിക. ഇനി എന്താണ്, ലെങ്ത് 1 ആയിട്ടുള്ളത് വരുമ്പം അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും, പക്ഷെ ആക്സെപ്റ്റ് ചെയ്യില്ല. ദെൻ അടുത്തതിലേക്ക് വരും. ഇവിടെ എ റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ബി ചെയ്യാം. എ ചെയ്യാം, ബി ചെയ്യാം, ഏതെങ്കിലും ഒരു സ്ട്രിങ് റീഡ് ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, സി. അപ്പം എ വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യും, എ ബി വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യും, ബി വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യും, ബി എ വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യും. ഇനി അടുത്ത ഏത് വരണം, എ ദെൻ എ വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യണം, എ. അപ്പം ഇങ്ങനെ വരും, എ ദെൻ അടുത്ത എ. ഓക്കെ, ഇനി അടുത്ത എ വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ നമ്മൾ ഒന്നുകൂടെ ചെറുതാക്കി വേറൊരു എക്സാമ്പിൾ നോക്കാം. എ ബി നോക്കാം. എ ഇവിടെ എന്തെടുത്തു, ആദ്യം എ എന്ന് പറയുന്ന സിമ്പിളിനെ റീഡ് ചെയ്തു, ദെൻ അടുത്ത ബി എന്ന് പറയുന്നതിനെടുത്തു, ദെൻ എന്നെടുത്ത് പിന്നെ ബി ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് വീണ്ടും മിനിമൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ 2 ഫൈനൽ സ്റ്റേറ്റ് വരുന്നുണ്ട് അല്ലേ, അതിനൊന്നും കൂടെ ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. ഇനിഷ്യലി എന്ത് ചെയ്യണം, ആക്സെപ്റ്റഡ് ആണ് അല്ലേ, 0 ലെങ്ത് ആണെങ്കിൽ ആക്സെപ്റ്റഡ് ആണ്. ദെൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ആവരുത്, ബി അടുത്ത സ്റ്റേറ്റിലേക്ക് പോയി. ദെൻ അടുത്ത ഒരു എ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ലെങ്ത് 2 എ. അടുത്തത് എന്ത് വരും, ലെങ്ത് 3 എ ആക്സെപ്റ്റ് ചെയ്യില്ല. ലെങ്ത് 4 എ. ഓക്കെ, അതേപോലെ എന്തും വരാം, ബിയും വരാം, എ ഓർ ബി. ഓക്കെ, ഇതാണ് ആ ഒരു ലാംഗ്വേജിന്റെ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ഓക്കെ, ക്ലിയർ? നമ്മൾ സം മോർ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അടുത്ത 2-3 വീഡിയോസിൽ നമ്മൾ എക്സാമ്പിളാണ് സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റയിൽ വരുന്ന കാര്യങ്ങളാണ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ DFA കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് Q, നോൺ എംപ്റ്റി സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ദെൻ ആൽഫബറ്റ്സ് ഉണ്ട്, എയും ബിയും എന്ന് പറയുന്ന ആ ആൽഫബറ്റ്സ് ഉണ്ട്. ദെൻ ഏതുണ്ട്, ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് ഉണ്ട് Q0. ദെൻ ഒരു ട്രാൻസിഷൻ ഉണ്ട്, എയിന്ന് ബിയിലേക്ക് ഒരു ട്രാൻസിഷൻ ഡോ. ദെൻ കൺസിസ്റ്റിംഗ് ഫൈനൽ സ്റ്റേറ്റ്. ഇത്രയാണ് 5 ടപ്പിൾസ് ആണ് ഇതിൽ വരുന്നത്, ഓട്ടോമാറ്റിക്കലി വരുന്നത്. ഇനി ഇവിടെ ട്രാൻസിഷൻ എന്ന് പറയുമ്പം ഈ ട്രാൻസിഷന്റെ കേസിലാണ് നമ്മൾ DFAയും NFAയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസിഷൻ എന്താ നോക്കാം. ഒരു സ്റ്റേറ്റ്, ഒരു നോൺ എംപ്റ്റി സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റിനെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് വെച്ച്, ഏതെങ്കിലും ഒരു ആൽഫബറ്റ് വെച്ചിട്ട് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്, മറ്റൊരു സ്റ്റേറ്റിലേക്ക്. ഓക്കെ, Q ക്രോസ് എ എന്ന് പറയുന്ന സിമ്പിള് വരുമ്പോൾ എന്താണ്, അടുത്തൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. Q എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റിലേക്ക്. Q എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് സ്റ്റേറ്റ് ആണ്. ഈ Qവും ഫൈനൈറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് സ്റ്റേറ്റ് ആണ്. ദിസ് ഈസ് ദി ട്രാൻസിഷൻ ഫംഗ്ഷൻ ഓഫ് DFA. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു
ട്രാൻസിഷൻ ഫംഗ്ഷൻ. ഓക്കെ, ട്രാൻസിഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ് വരിക? ഡോ ഓഫ്, ഇപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ട്രാൻസിഷൻ ബിയിലേക്ക്. ഓക്കെ, ഇനി ഡോ ഓഫ് എ എന്ന് പറയുന്ന സിമ്പിളിന് ബി എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക്. ഓക്കെ, ഡോ ഓഫ് ബി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എ വന്നു കഴിഞ്ഞാൽ ട്രാൻസിഷൻ എയിലേക്ക്. ഡോ ഓഫ് ബി ബി ദെൻ എ. ഇതാണ് ട്രാൻസിഷൻ. ഇപ്പോൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലാണ് ഉള്ളതെങ്കിൽ ആ സ്റ്റേറ്റിൽ നിന്ന് ഒരു സിമ്പിൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോവാം. ഓക്കെ, ട്രാൻസിഷൻ നടത്തുക, അതിനെയാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡോ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇന്ന് 2 എക്സാമ്പിൾ നോക്കി, DFA അതേപോലെ എന്താണ് DFA എന്ന് പഠിച്ചു. ഇനി NFA അതേപോലെ DFA സം മോർ എക്സാമ്പിൾസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.